ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് നമുക്ക് ഒരു ഒഴിച്ചുകറി തയ്യാറാക്കാം, പീച്ചിങ്ങയും പരിപ്പും കൂടി ചേർത്തിട്ട്. അതിനായിട്ട് ഞാൻ ഈ ഒരു ചെറിയ പീച്ചിങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടല്ലോ, അധികം മൂപ്പാവാത്ത പീച്ചിങ്ങയാണ് കേട്ടോ. നമ്മൾ ഈ പീച്ചിങ്ങയുടെ തൊലി കളയുമ്പോൾ ഒത്തിരി അങ്ങോട്ട് തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുരു ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലപോലെ ഒന്ന് കളഞ്ഞിട്ട് എടുക്കണം. എന്നിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വെക്കാം. നമുക്കിനി ചട്ടിയിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീച്ചിങ്ങ ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഇത് വേവുന്നതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം വേപ്പില കൂടി ചേർത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെക്കാട്ടോ. ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് അരമുറി തേങ്ങ ചിരകിയതും ഒരു വലിയ അല്ലി വെളുത്തുള്ളിയും ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് പീച്ചിങ്ങയൊക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ പീച്ചിങ്ങ വേവിക്കുമ്പോഴുണ്ടല്ലോ, ഒത്തിരി അങ്ങോട്ട് വെന്തുടഞ്ഞു പോകണ്ട, ഒന്ന് കടിക്കാനായിട്ടൊക്കെ കിട്ടുന്ന ഒരു പാകുണ്ടല്ലോ, അതുപോലെ ആക്കിയെടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ ഈ ഒരളവിൽ പരിപ്പ് നല്ല പോലെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പിട്ടിട്ടാണ് കേട്ടോ നമ്മൾ വേവിച്ചിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊരു 2 മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നല്ല പോലെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഒരല്പം ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ചധികം ചുവന്നുള്ളി ഇതുപോലെ കട്ട് ചെയ്തതും 2 വറ്റൽമുളക് കട്ട് ചെയ്തതും ആവശ്യത്തിന് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ട് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അപ്പോഴേക്കും പീച്ചിങ്ങയും പരിപ്പും കറി തയ്യാറാകും. ഇത് ഈ ചട്ടിയുടെ ചൂടിലിരുന്നുകൊണ്ട് തന്നെ വീണ്ടും ഒന്നുകൂടി കുറുകി വരും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ പീച്ചിങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. മാത്രമല്ല, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.